ചേച്ചി, ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ ജീവിക്കില്ല. ബെന്നി, മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ചേച്ചി ഒരു സത്യം അറിയിക്കാനുണ്ട്. അതിനെ കാണണമെന്ന് പറഞ്ഞത് ചേച്ചിയുടെ അനിയൻ ഉണ്ണിയെ കൊന്നത് ചേച്ചി എന്റെ ഡാഡിയാണ്. എന്താ പറഞ്ഞത്? അത് ചേച്ചി, ഞാൻ മുഴുവൻ പറയാം. ഉണ്ണിയെ എന്നെയും ഒരുമിച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ലോക്കപ്പിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ കൂടി വന്നു. ഒരു പെറ്റി കേസിലെ പ്രതിയായ അവൻ. ഇയാള് ഭാഗ്യവാനാണ്. വിൻസെന്റ് മുതലാളി പണക്കാരനായതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ജാമ്യം പോലും കിട്ടില്ല. കുഞ്ഞിന്റെ കാര്യമാണ് കഷ്ടം. ഇപ്പൊ കിട്ടിയ അടിയും തൊഴിയൊന്നും കാര്യമല്ല. പോലീസ് ശരിക്കും ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ സഹിക്കില്ല. നഖത്തിനിടയിൽ സൂചി കുത്തും. പിന്നെ മൂത്രക്കുഴലിൽ വരെ ഈർക്കിൽ കയറ്റും. മതി, വെറുതെ അവനെ പേടിക്കണ്ട. ഇതാ, പോലീസിനെ തോൽപ്പിക്കാനാ ഞാനിത് കൊണ്ട് കിടക്കുന്നു. ഇത് വാങ്ങിക്കൂ. എന്താ ഇത്? മയക്കുമരുന്ന് കിടന്ന ചോക്ലേറ്റാണ്. ഇത് കഴിച്ചാൽ വേദന എന്താണെന്നറിയില്ല. ഒരു ലഹരിയായിരിക്കും. 2-3 മണിക്കൂർ ശരീരം മരവിക്കും. പിന്നെ അവന്മാരുടെ പ്രഹരമൊന്നും അറിയില്ല. കഴിച്ചോളൂ. അവന്മാർ വരുന്നതിന് മുമ്പ് വേഗം. മിസ്റ്റർ വിൻസെന്റ്, ഈ 3 ലക്ഷം രൂപ നിങ്ങളുടെ മകന്റെ വിലയാണെന്ന് കരുതിക്കോളൂ. സത്യം പറഞ്ഞാൽ അവനാണ് ഈ കേസിൽ 1-ാം പ്രതി. അതെനിക്കറിയാം സാർ. അതിരിക്കട്ടെ, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഒരാളെ എന്നോട് ലോക്കപ്പിൽ അയക്കാൻ പറഞ്ഞത്? എന്റെ മകൻ ചെയ്ത കുറ്റങ്ങൾ, പോലീസ് ജീപ്പ് കത്തിച്ചതും ഓഫീസറെ കൊന്നതടക്കം അറിയാവുന്ന ഒരേ ഒരാൾ അവന്റെ കൂട്ടുകാരനാണ്. പോലീസ് അവനെ ചോദ്യം ചെയ്താൽ സത്യം പുറത്തറിയും. അതിന് ആ നമ്പൂരിക്കുട്ടിയുടെ വായടയ്ക്കാൻ. മിസ്റ്റർ വിൻസെന്റ് സാർ, അവനിപ്പോ ജീവനോടെ ഉണ്ടാവില്ല. എങ്ങനെ അവനെ കൊന്നു? വിഷം കലർന്ന ചോക്ലേറ്റ് കൊടുത്തു. മൈ ഗോഡ്! സാറ് പേടിക്കണ്ട. പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ ചത്തല്ലേ വരൂ. പോസ്റ്റ്മോർട്ടത്തിന് അയച്ചാൽ? ഇല്ല, ചത്തെങ്കിൽ ആ ശവം നശിപ്പിക്കണം. ചേച്ചി, എന്റെ ഡാഡി ഏത് പാപത്തിന്റെ ഫലമാണ് ഞാൻ ഈ അനുഭവിക്കുന്നത്? അപ്പോ എന്റെ അനിയനെ കൊന്നത് സത്യരാജാണോ? അത് ചേച്ചി, അവൻ തന്നെ, സത്യരാജ്. ഇനിയിപ്പോ കരഞ്ഞിട്ടെന്താ കാര്യം? സത്യരാജന്റെ സ്വഭാവം ക്രൂരതയോടെ അറിയാത്തവരില്ലല്ലോ. അവനെ കൊണ്ട് എന്നെ കൊല്ലിക്കാനായിരുന്നല്ലേ ഉദ്ദേശം? അയ്യോ അല്ല. പിന്നെ എന്തിനാ റാസ്കലിനെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചു? ജയിൽ ചാടി ഒരു കൊലപ്പുള്ളിയെ ഒളിപ്പിച്ച് താമസിപ്പിച്ചാൽ അതിന്റെ ശിക്ഷ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? സാർ, ഇനിയും അവളെ വേദനിപ്പിക്കരുത്. എങ്കിൽ ഞാൻ പറയുന്നതനുസരിച്ച് സത്യരാജ് പറഞ്ഞ പോലെ നിങ്ങൾ വക്കീലിനെ ചെന്ന് കാണണം. അയാൾ തരുന്ന പണം അവനെ ഏൽപ്പിക്കണം. എനിക്കിനി അവനെ കാണാൻ വയ്യ. കാണണം. ഒരു സംശയം തോന്നാത്ത രീതിയിൽ അവനോട് പെരുമാറണം. എങ്ങനെ എനിക്കത് സാധിക്കും? ഇല്ലെങ്കിൽ അപകടമാണ്. അവന്റെ കയ്യിൽ ആയുധം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? പിസ്റ്റളോ, ചെൻകണ്ണോ, ഗ്രനേഡോ എന്തൊക്കെ ഉണ്ടെന്ന് ആർക്കറിയാം? പോലീസ് നിങ്ങളുടെ വീട്ടിൽ കടന്നാൽ തീർച്ചയായും ഏറ്റുമുട്ടലുണ്ടാവും. അതിനകത്തല്ലേ നിങ്ങളുടെ വയസ്സായ അച്ഛനും അമ്മയുള്ളത്. ചിലപ്പോൾ അവരെ രക്ഷിക്കാൻ കഴിയുമെന്ന് വരില്ല. അതുകൊണ്ടാ പറഞ്ഞത്, അവന്റെ പ്ലാൻ പ്രകാരം ആംബുലൻസ് കയറി വരട്ടെ. ആളൊഴിഞ്ഞൊരു മൂലയിൽ വെച്ച് ഞങ്ങൾ അറസ്റ്റ് ചെയ്തോളാം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോണം, ഞങ്ങളെ സഹായിക്കാൻ. എന്താ? സീതയും കൂടെ പോണം. നീ എന്റെ കോട്ടയത്ത് ഇരുന്നാ മതി. അപ്പോഴപ്പോ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്നെ അറിയിച്ചോണ്ടിരിക്കണം. ഞാൻ ഫോൺ ചെയ്ത് അന്വേഷിച്ചു. എവിടെയായിരുന്നു നിങ്ങൾ ഇതുവരെ? ആ പെട്ടി വരൂ. നീ തരാൻ. ആംബുലൻസ് വന്നാൽ ഉടനെ ഞാൻ അതിൽ കയറിപ്പോകും. അയലത്തുള്ളവർ ചോദിച്ചാൽ എന്തു പറയും? അറിയില്ല. അമ്മ പോകാൻ കൂട്ടാക്കാത്തത് കൊണ്ട് ആംബുലൻസ് തിരിച്ചയച്ചു എന്ന് പറയണം. എന്താ നിനക്കൊരു വല്ലായ്മ? ഒന്നുമില്ല. ബാലുവിന്റെ പ്ലാൻ മോശമാണെന്നല്ല. 3 തവണ ജയിലിൽ ചാടിയ സത്യരാജിനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്.
ഓടുന്നൊരു വാഹനം അവന്റെ കയ്യിൽ കിട്ടിയാൽ അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. നമ്മൾ ഇത്രയും പേര് നിൽക്കുമ്പോഴോ? പ്ലീസ്, ആംബുലൻസിൽ കയറുമ്പോൾ വീടിന്റെ ഉമ്മർത്ത് വെച്ച് നമുക്കതിനെ വളഞ്ഞു പിടിക്കണം. ഞാൻ പറഞ്ഞില്ലേ, അത് റിസ്ക് ആണ്. ഈ ഓപ്പറേഷൻ എനിക്ക് വിട്ടുതരൂ. യു സി, ഐ ആം യുവർ സീനിയർ ഓഫീസർ. ശരി സർ. അതെ, പറയൂ. എന്താ? നീ ഉടനെ ഇല്ലത്ത് നിന്ന് രാധയെ കണ്ട് പറയണം. സത്യനാഥിനെ വീടിന്റെ ഉമ്മർത്ത് വെച്ച് പിടിക്കാനാ ഉദ്ദേശം. അവൻ ഇറങ്ങി ആരും പുറത്തേക്ക് വരരുത്. വെടിവെപ്പും സംഘടനയും എല്ലാം ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇല്ലത്ത് നിന്ന് രാധയോട് പറയണം സൂക്ഷിക്കാൻ. ഉടനെ. ശരി. ഇവരാരാ? എന്റെ സ്നേഹിതയാണ്. ഓഹോ, എന്നാൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നത് വരെ സ്നേഹിത ഇവിടെ തന്നെ ഉണ്ടാവണം. വെളിയിലെങ്ങും പോകാൻ പാടില്ല. എന്താ, വിഷമമുണ്ടോ? ഇല്ല. മുന്നോട്ട് വരൂ. എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. താമസിച്ചാൽ എന്റെ തോക്കിന് മുന്നിൽ നിൽക്കുന്ന 3 ജീവൻ നീ കാരണം നഷ്ടപ്പെടും. എന്റെ വഴി തടസ്സപ്പെടുത്തിയാൽ, എന്നെ പിടിക്കാൻ ശ്രമിച്ചാൽ ഈ 3 പേരെ എനിക്ക് കൊല്ലേണ്ടി വരും. നിങ്ങളുടെ കൂട്ടുകാരോട് മാറി നിൽക്കാൻ പറയൂ. 2 മിനിറ്റ് സമയം ഞാൻ തരുന്നു. അത് കഴിഞ്ഞാൽ ഞാൻ എന്റെ വഴി സ്വീകരിക്കും. മുന്നോട്ട് വരൂ. എനിക്ക് വഴിമാറി തരുന്നത് നല്ലത്. Drop your gun and ask them to move.
സീതേ 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 രണ്ട് തവണ നിന്നെ ഞാൻ അവർക്ക് പിടിച്ചു കൊടുത്തു. നിന്റെ പണവും ശക്തിയും കൊണ്ട് നീ ജയിലിൽ സ്വതന്ത്രമായി ജീവിച്ചു. കോടതി മുറികളിൽ സാക്ഷികളെ വിലക്കെടുത്ത് തെളിവുകൾ നശിപ്പിച്ച് നീ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു. നിന്റെ പത്രക്കാർ വാഴ്ത്തി. നിന്റെ പേരിൽ കഥയും കവിതയും സിനിമയും രചിക്കുന്നു. ജനം നിന്നെ ആരാധിക്കാനും അംഗീകരിക്കാനും തുടങ്ങി. അത് ഞാൻ അനുവദിക്കില്ല. നിന്നെ ഒരു കോടതിക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. നിനക്കുള്ള ശിക്ഷ ഞാൻ തന്നെ നൽകും. Ha ha ha.